മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ മയക്കുവെടിവെക്കുന്നതിൽ തീരുമാനം അല്പസമയത്തിനകം. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ സ്ഥലത്തെത്തും. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായി. സംഭവത്തിൽ CCF-നോട് റിപ്പോർട്ട് തേടിയെന്ന് വനം മന്ത്രി. അത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും വലിയ മനപ്രയാസവും പ്രതിഷേധവും ഉണ്ടാകും. അത് സ്വാഭാവികമായ പ്രതികരണമാണ്. അതേ തുടർന്ന് അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടവർ സംസാരിച്ച് MLA ഉൾപ്പെടെ സംസാരിച്ച് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും കൊടുക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക. അത് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, അരുൺ സക്കറിയും സംഘവും അവിടെ എത്തിയോ? ഈ മയക്കുവെടി വെക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമായോ? ഉടൻ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും മയക്കുപിടി വെക്കാൻ തന്നെയാണ് തീരുമാനം. അല്പം മുമ്പ് DFOയുമായി സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മയക്കുപിടി വെച്ച് പിടികൂടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് വനം വകുപ്പ് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് എത്തും. 2 കുങ്കിയാനകളും ഉണ്ട്. ഈ കുങ്കിയാനകളുമായിട്ട് നിരീക്ഷണം നടത്താനാണ് തീരുമാനം. 25 സംഘം, വിദഗ്ധരായ 25ഓളം വരുന്ന സംഘമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവിധ ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറകൾ സ്ഥാപിക്കും. ഈ കുങ്കിയാനകളുമായി നിരീക്ഷണം ആദ്യം ചെയ്യുന്നത് കുങ്കിയാനകളുമായി നിരീക്ഷണം നടത്തുകയാണ്. ഏതെല്ലാം മേഖലയിലാണ്, ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഈ കടുവ വന്നിട്ടുള്ളത്, കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് ആദ്യം കൃത്യമായി അറിയേണ്ടത്. അതുകൊണ്ട് അത് വ്യക്തമാക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യം ഉണ്ടാവുക. അതിനുശേഷം വിവിധയിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും DFO ഇപ്പോൾ പറയുകയുണ്ടായി. മയക്കുവെടി വെക്കാൻ തന്നെയാണ് തീരുമാനം. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തന്നെയുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അധികൃതർ നീങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവം നടന്ന പ്രദേശത്തേക്ക്, ഈ അടക്കാക്കുണ്ട് പ്രദേശത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ഈ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ പലതവണ അധികൃതരോട് ഇക്കാര്യം, ഈ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന കാര്യം പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ വലിയ ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മൃതദേഹം വിട്ടുകൊടുക്കാതെ DFOയെ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധം. ഒടുവിൽ DFO അത് കൃത്യമായ കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയതിനു ശേഷം ആളുകൾക്ക് മുന്നിൽ, പ്രദേശത്തെ നാട്ടുകാർക്ക് മുന്നിൽ അതുറക്കെ വായിച്ചതിന് ശേഷമാണ് മൃതദേഹം വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. DFOയെ തടഞ്ഞതിൽ നിന്നു നാട്ടുകാർ പിന്തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വിദഗ്ധ സംഘം, കടുവയെ കണ്ടെത്തുന്നതിനുള്ള വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മരണപ്പെട്ട ഗഫൂറിന്റെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അമർന്ന.